സോഫ്റ്റ് ചന്തേരി, പ്യുവർ ചന്തേരിയിൽ ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കും അതിലൊരു കാന്ത വർക്കിന്റെ ആ ഒരു സ്റ്റൈലിലുള്ള ബോർഡറും ആയിരിക്കും സാരിക്ക് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഈ ഒരു ലുക്കിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു ട്രയാങ്കിൾ പാറ്റേണിലെ മോട്ടീവ്സ് വന്നിട്ട് അതൊരു മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പർ ബോർഡർ വരുമ്പോൾ സിമ്പിൾ ആ ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലുള്ള ബോർഡർ ആയിരിക്കും അപ്പർ ബോർഡർ ആയിട്ട് വരിക. ലോവർ ഏരിയ വരുമ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ലുക്കിലായിരിക്കും വരിക. ഫുൾ അതേ ആ ഒരു ട്രയാങ്കിൾ മോട്ടീവ്സ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരിയിൽ ഫുൾ ബോഡിയിലും വരുന്നുണ്ട് ആ ഒരു ട്രയാങ്കിൾ മോട്ടീവ്സ്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് ലോവർ ബോർഡർ വരുമ്പോൾ ആ ഒരു മോട്ടീവ്സും കാന്ത വർക്കും കൂടി ആയിരിക്കും ആ ഒരു പാറ്റേൺ വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരിക. നല്ലൊരു പേസ്റ്റൽ യെല്ലോയിൽ ബോട്ടിൽ ഗ്രീൻ, മസ്റ്റേർഡ് യെല്ലോ, റെഡ്, ഡാർക്ക് ബ്രൗൺ ഈ ഒരു ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു കാന്ത വർക്കിന്റെ ബോർഡറും ഒരു ട്രയാങ്കിൾ മോട്ടീവ്സും ഹൈലൈറ്റ് ചെയ്യുന്നത്. വുവൺ പാറ്റേൺസ് ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. സെയിം സ്റ്റൈലിൽ തന്നെ നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ലോവർ ഏരിയയും മുന്താണി എല്ലാം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും കാന്ത വർക്ക് തന്നെയായിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നതും സെയിം ഇതേ പാറ്റേണിൽ തന്നെയാണ്. ആ ഒരു പ്ലെയിൻ ബോഡി വന്നിട്ട് കാന്ത സ്റ്റിച്ച് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. അതേ ആ ട്രയാങ്കിൾ മോട്ടീവ്സിൽ തന്നെയായിരിക്കും. അതിന് ഡിഫറെന്റ് കളേഴ്സാണ് വരുന്നത്. വർക്ക് മാറുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലോസറിൽ കാണിക്കാം. ഇതിപ്പോൾ അതേ ലാസ്റ്റ് സാരിയുടെ തന്നെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലോട്ടസ് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കളർ പാലറ്റും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. മസ്റ്റേർഡ് യെല്ലോ, ബോട്ടിൽ ഗ്രീൻ, നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡ് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് മസ്റ്റേർഡ് യെല്ലോ ബ്ലൗസ്, ബോട്ടിൽ ഗ്രീൻ, ചില്ലി റെഡ് ഇത്രയും ചോയ്സ് ഉണ്ട് നമുക്ക് ബ്ലൗസിന്. അങ്ങനെ കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. സാരിയുടെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെൽഫ് കളറിൽ തന്നെയായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. ഫുൾ അതേ ട്രയാങ്കിൾ മോട്ടീവ്സ് ആണ്. ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും സാരി വരുന്നത്. കാന്ത വർക്കിന്റെ പാറ്റേണിലായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഇതാണ് സാരിയുടെ ഒരു റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും കേട്ടോ. ഫുൾ ത്രെഡ് വുമൺ പാറ്റേണിൽ തന്നെ ആയിരിക്കും മോട്ടീവ്സ്, ബോർഡർ ആൻഡ് ബോഡി വിത്ത് റണ്ണിങ് പല്ലു, ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിൽ ആ ഒരു സിമ്പിൾ കാന്ത വർക്കിന്റെ അതേ സാരിയിൽ വരുന്ന അതേ ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും അതെല്ലാം നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യുന്ന സാരീസാണ്. വളരെ എലഗന്റ് ആൻഡ് ക്ലാസി ആയിട്ടാണ് അതിലൊരു വർക്ക് വരുന്നത്. വളരെ സട്ടിൽ പാറ്റേണിൽ ഫുൾ ബോഡിയിലും അതേ ഒരു ത്രെഡ് വുമൺ സ്റ്റൈലിൽ തന്നെയായിരിക്കും ബോർഡറും ബോഡിയും എല്ലാം വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പാരറ്റ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ മസ്റ്റേർഡ് യെല്ലോ, റെഡ് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ഈ ഒരു ടോണിലാണ് ഒരു ത്രെഡ് വുമൺ ട്രയാങ്കിൾ മോട്ടീവ്സ് വിത്ത് കാന്ത വർക്കിലായിരിക്കും ബോർഡർ വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ എല്ലാ സാരീസിലും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രിപ്പ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇതിനും ആ ഒരു ബ്രൈറ്റ് ചില്ലി റെഡ്, മസ്റ്റേർഡ് യെല്ലോ, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ ഫുൾ ബോഡി ട്രയാങ്കിൾ മോട്ടീവ്സ് വിത്ത് കാന്ത വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. സോഫ്റ്റ് ചന്തേരിയാണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് കാന്ത വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. നെക്സ്റ്റ് കളർ നല്ലൊരു പൊന്മാൻ നീലയാണ്, കിങ് ഫിഷർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും അതേ കോൺട്രാസ്റ്റ് ആയിട്ട് മസ്റ്റേർഡ് യെല്ലോ, ബ്രൈറ്റ് ചില്ലി റെഡ് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആ ഒരു ടോണിൽ ട്രയാങ്കിൾ മോട്ടീവ്സ് തന്നെ ഫുൾ ബോഡി വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും അതേ പേസ്റ്റൽ യെല്ലോ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് മാറിയിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ നല്ലൊരു 6 ആക്ട് പാറ്റേണിൽ മൾട്ടി കളറിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിക്ക്. ഇതായിരിക്കും കേട്ടോ ആ ഒരു ലുക്ക് വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ആ ഒരു ലോവർ ഏരിയയിലായിരിക്കും വരിക. ചെസ്റ്റ് പോർഷനും മുന്താണി എല്ലാം ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ആ ഒരു ത്രെഡ് വുമൺ സ്റ്റൈലിൽ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ആ ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്ന സാരിക്ക്. ബോഡിയിൽ ഫുൾ ആ ഒരു റെഡ്, യെല്ലോ ആൻഡ് മസ്റ്റേർഡ് യെല്ലോ, ഗ്രീൻ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. വീണ്ടും അതേ ഫ്ലോറൽ ഡിസൈൻസ്, എഗെയിൻ അതേ ആ ഒരു 6 ആക്ട് പാറ്റേണിലുള്ള ത്രെഡ് വർക്കിലായിരിക്കും സാരിയുടെ ബോഡി വരിക. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും സാരി വരിക. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത് സാരി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ തിൻ ഫാബ്രിക് ആട്ടോ. ഇതാണ് സാരിയുടെ ഒരു ഫോള് വരുന്നത്. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. വർക്ക് വെയർ ആയിട്ടെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്താൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സും മെറ്റീരിയലുമാണ് സാരി വിത്ത് റണ്ണിങ് പല്ലു. ബ്ലൗസ് വരുമ്പോൾ സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ്. ആ ഒരു വർക്കിന്റെ ഞാൻ റിവേഴ്സ് സൈഡ് കൂടി കാണിക്കാം. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെയാണ് ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും വരുന്നത്. ഇതിന് നല്ലൊരു ചില്ലി റെഡും ബോട്ടിൽ ഗ്രീൻ എല്ലാം ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. എല്ലാ സാരീസിന്റെ കൂടെ വരുന്നത് സെൽഫ് കളറിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. ബ്ലൗസിന്റെ സ്ലീവിൽ അതേ ആ ഒരു കാന്ത വർക്ക് തന്നെ സ്ലീവിന്റെ എഡ്ജിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് സാരി ലോട്ടസ് പിങ്ക് ആണ്. കളേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ആ ഒരു ത്രെഡ് വുവൻ സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതും അതേ മൾട്ടി കളർ തന്നെ 6 ആക്ട് പാറ്റേണിലായിരിക്കും ഹൊറിസോണ്ടൽ സ്റ്റൈലിൽ തന്നെ വരുന്ന സാരി വിത്ത് കാന്ത വർക്ക് ബോർഡർ. ഈ ഒരു ലുക്ക് ആയിരിക്കും ഫുൾ സാരി വരിക. സിമ്പിൾ റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഒരു ബീഡിങ് പോലെ വരുന്നുണ്ട് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാരറ്റ് ഗ്രീൻ.
പാരറ്റ് ഗ്രീൻ, ചില്ലി റെഡ്, മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ്. ഫുൾ ഹൊറിസോണ്ടലായിട്ട് ആ ഒരു ത്രെഡ് വർക്കാണ്. ഫുൾ ബോഡി വന്നിട്ട് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. വിത്ത് റണ്ണിങ് ആ ഒരു കാന്ത വർക്കിലായിരിക്കും ബോർഡർ വരിക വിത്ത് ബ്ലൗസ്. സെയിം ത്രെഡ് വുവൻ സ്റ്റൈലിൽ തന്നെ കിങ് ഫിഷർ ബ്ലൂ, പൊന്മാൻ നീല തന്നെ സാരി വരുന്നത്. ഹൊറിസോണ്ടലായിട്ട് അതേ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ്. എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് എല്ലാ സാരീസിനും ആ ഒരു ബ്രൈറ്റ് ചില്ലി റെഡ് ബ്ലൗസ് നല്ലതായിരിക്കും. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മുടെ കയ്യിൽ കാണുമല്ലോ റെഡ് ബ്ലൗസ്, അത് നമുക്ക് നല്ലൊരു ചോയ്സ് ആണ്. എല്ലാ കളേഴ്സിനും റെഡ് ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതും അതേ ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. മസ്റ്റേർഡ് യെല്ലോ, ബോട്ടിൽ ഗ്രീൻ ആൻഡ് ചില്ലി റെഡ് കോമ്പിനേഷനിലാണ് ആ ഒരു സിക്സാക് ഹൊറിസോണ്ടൽ ത്രെഡ് വുവൻ സ്റ്റൈലിൽ വന്നിട്ട് സിമ്പിൾ കാന്ത വർക്കിലും. അത് കാന്ത വർക്ക് വരുന്നത് മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയായിരിക്കും. വിത്ത് ഫ്ലോറൽ മോട്ടീവ്സും ബോഡിയിൽ വരുന്നുണ്ട്. വിത്ത് റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ് വിത്ത് കാന്ത വർക്ക്. നെക്സ്റ്റ് സാരി ഡിസൈൻ വീണ്ടും മാറിയിട്ടുണ്ട്. ഒരു ത്രെഡ് വുവൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുന്നതും നല്ലൊരു മൾട്ടി കളറിലെ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ്. ബോഡിയിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് തന്നെ ഡിസൈൻസും അതിൽ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരി. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരിക വിത്ത് റിബൺ ബോർഡർ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫുൾ സാരിയിലും ആ ഒരു വർക്ക് വരുന്നത്. നല്ലൊരു റിച്ച് ലുക്കിലുള്ള പാറ്റേണിലാണ് ആ ഒരു കാന്ത വർക്ക് വരുന്നത് സാരിയിൽ. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ക്ലോസർ ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേണിലുള്ള ഫ്ലോറൽ ഡിസൈൻസ്. വീണ്ടും ആ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് സാരിയിൽ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പം കാന്ത വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ വരിക. സോഫ്റ്റ് ചന്തേരിയാണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും സാരി അങ്ങനെ ട്രാൻസ്പെറന്റ് അല്ല സാരി. നമുക്ക് വൺ ലെയറിൽ ഡ്രേപ്പ് ചെയ്യേണ്ടവർക്ക് നമുക്ക് വൺ ലെയറിലും ഡ്രേപ്പ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ സാരിക്ക്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന. വൺ ലെയറിലായിരിക്കും സാരിക്ക് കൂടുതൽ ഭംഗി. കാരണം ഫുൾ ബോഡിയിലും ഈ ഒരു ഹൊറിസോണ്ടൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. മുന്താണി വരുന്ന സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ പ്ലെയിൻ വിത്ത് കാന്ത വർക്കിന്റെ ബോർഡറിലായിരിക്കും വിത്ത് ബ്ലൗസ്. എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് നല്ല കളേഴ്സാണ്. കാരണം പേസ്റ്റൽ യെല്ലോ, ലോട്ടസ് പിങ്ക്, കിങ് ഫിഷർ ബ്ലൂ, പാരറ്റ് ഗ്രീൻ, ആ ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ്, ഇത്രയും കളേഴ്സിലാണ് സാരീസ് വന്നിരിക്കുന്നത്. ആ ഒരു ത്രെഡ് വർക്കിന്റെ പാറ്റേൺ മാറുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ വർക്കും നല്ല പാറ്റേണിൽ തന്നെ വിത്ത് കാന്ത വർക്കിലായിരിക്കും സിമ്പിൾ ബോർഡർ വരും. ഇത് വീണ്ടും അതേ പേസ്റ്റൽ യെല്ലോ കോമ്പിനേഷൻ സെയിം തന്നെ. മസ്റ്റേർഡ് യെല്ലോ, ചില്ലി റെഡ് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ഈ ഒരു ത്രെഡ് വെച്ചിട്ടായിരിക്കും എല്ലാ സാരീസിലും ഒരു വർക്ക് വരുന്നത്. ഇതും അതേ ഹൊറിസോണ്ടൽ ജോമെട്രിക്കൽ പാറ്റേൺ വിത്ത് കാന്ത വർക്ക്, റണ്ണിങ് പല്ലു വിത്ത് ബ്ലൗസ്. വീണ്ടും പാരറ്റ് ഗ്രീൻ ആ ഒരു മസ്റ്റേർഡ് യെല്ലോ, റെഡ് ആൻഡ് ഒരു ബോട്ടിൽ ഗ്രീനിലാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ബോഡി സെയിം പാറ്റേൺ വിത്ത് റണ്ണിങ് പല്ലു. വീണ്ടും ചിക്കു ബ്ലെൻഡഡ് ബേജ് തന്നെയാണ്. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ ആ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ഫുൾ ബോഡി വരുന്നത്. റണ്ണിങ് പല്ലു, പ്ലെയിൻ വിത്ത് കാന്ത വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. സോഫ്റ്റ് ചന്തേരിയിൽ ഫുൾ ബോഡി ത്രെഡ് വർക്കിൽ വന്ന് കാന്ത വർക്കിലുള്ള ബോർഡറിൽ വന്ന സാരീസ് ആയിരുന്നു വന്നത്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും അതെല്ലാം നമുക്കൊരു സ്റ്റൈലിഷ് ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്ത് കോൺട്രാസ്റ്റ് ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. കംഫർട്ട് വൈസ് ആണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കിങ് ഫിഷർ ബ്ലൂ, പൊന്മാൻ നീലയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഹൊറിസോണ്ടലായിട്ട് ഫുൾ ബോഡിയിലും സെയിം കാന്ത വർക്ക് വിത്ത് റണ്ണിങ് ബോർഡർ. ഒരു കാന്ത വർക്കിൽ തന്നെയായിരിക്കും ബോർഡർ വന്നിട്ട് റിബൺ ബോർഡർ വരുന്നുണ്ട്. പ്ലെയിൻ വിത്ത് ഒരു കാന്ത സ്റ്റിച്ചിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്.